നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീലാം, ജീവമാതാ കാരുണ്യ ഭവനിലെ വിഷയങ്ങൾ ഏറെ ചർച്ചയായതാണ്. പക്ഷെ അതെല്ലാം ഓൺലൈൻ മാധ്യമങ്ങളിലായി ചുരുങ്ങുകയാണ്. മുഖ്യധാര മാധ്യമങ്ങൾ ഒന്നും തന്നെ ഈ ഒരു വിഷയം എടുത്ത് ചർച്ച ചെയ്യുന്നതായോ വാർത്തയാക്കുന്നതായോ അതിന് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ അത് കൈകാര്യം ചെയ്യുന്നതായും കാണുന്നില്ല. മാത്രമല്ല, നിയമപരമായ ഒരു നടപടിയും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നതായും കാണുന്നില്ല. എന്തുകൊണ്ടാണിത്? ഉന്നതതല പിടിപാടുകളാണോ? എന്തായിരിക്കാം അതിനുള്ള കാരണങ്ങൾ? എന്ന് വെച്ചാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഒരു അനാഥാലയം എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നുള്ളതിരിക്കെ ഇത്ര ലാഘവത്തോടെ അതിനെ കാണുന്നത് അത് ശരിയാണോ? തീർച്ചയായും പ്രീത, ഇതിലൊരു പ്രശ്നമുള്ളത് ജീവമാതാ കാരുണ്യ ഭവനുമായി ബന്ധപ്പെട്ട വളരെ റീസെന്റ് ആയാണ് ഇപ്പോൾ ചില പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത്. ഈ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് അവിടെ ഉണ്ടായിട്ടുള്ള ജീവമാതാ കാരുണ്യ ഭവന്റെ ഡയറക്ടറും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയും തമ്മിൽ ഒരു പുരുഷന്റെ പേരിൽ നടന്ന തർക്കത്തിന്റെ പേരിലാണ് ഈ വിഷയങ്ങൾ പുറത്തു വരുന്നത്. ഈ വിഷയങ്ങൾ പുറത്തു വന്നു തുടങ്ങിയത് യഥാർത്ഥത്തിൽ ജീവമാതാ കാരുണ്യ ഭവനിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇവർക്കൊക്കെ അറിയാമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ അറിയാമായിരുന്ന പ്രശ്നങ്ങൾ പോലും ഇവരൊക്കെ പറയാതിരുന്നപ്പോൾ ഒരു സ്ത്രീ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ കാര്യങ്ങൾ പുറത്തു വരുന്നു. ഒപ്പം അവരുടെ മരുമകൾ 7ാം മാസത്തിൽ പ്രസവിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഈ പ്രശ്നങ്ങൾ ഇപ്പൊ ഗുരുതരമായി വന്നിട്ടുള്ളത്. ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ആ പെൺകുട്ടി ഒരു ഇരയാണ്. ആ പെൺകുട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോ പോലീസ് മനസ്സിലാക്കിയിട്ടുള്ളതും അതുപോലെ തന്നെ ഇപ്പൊ കേസായിട്ടുള്ളതും അത് വിവാഹത്തിന് മുമ്പ് തന്നെ പ്രഗ്നന്റ് ആയിരുന്നു എന്നാണ്. വിവാഹത്തിന് മുമ്പ് പ്രഗ്നന്റ് ആവുന്നതല്ല പ്രശ്നം. കാരണം 18 വയസ്സ് തികഞ്ഞ് 2ാം ആഴ്ചയാണ് പെൺകുട്ടിയുടെ വിവാഹം നടക്കുന്നത്. അപ്പോ 3 മാസം 2 മാസം മുമ്പൊക്കെ ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ അത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു അനാഥാലയത്തിൽ താമസിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കസ്റ്റോഡിയൻ ആ അനാഥാലയത്തിന്റെ ഡയറക്ടർ തന്നെയാണ്. അപ്പോ അവർ അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പിന്നീട് ഒരു വിവാഹം എന്ന രീതിയിലേക്ക് പോയപ്പോൾ തീർച്ചയായും അതൊരു പോക്സോ കേസിൽ വരേണ്ട ഒരു കുറ്റം തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഇത്തരത്തിലുള്ള ചില വാദങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതുവരെ അവിടേക്ക് ശ്രദ്ധിക്കാതിരുന്ന പലരും അവിടേക്ക് ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുള്ളതും ഈ അനാഥാലയവുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള ആരോപണം, കൊലപാതകം അടക്കം ഉയർന്നു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസിനോ അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങൾക്കോ ഇതിൽ കയറി ഇടപെടാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ വളരെ പരിമിതമാണ്. കാരണം പലപ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങൾ ഇടപെടുന്ന വിഷയങ്ങൾ ഇങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്താണ് വന്നുകൊണ്ടിരിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ കുറെ പ്രത്യാരോപണങ്ങളാണ്. പല സ്ത്രീകളും ഇരകളെന്ന് അവകാശപ്പെടുന്ന പല സ്ത്രീകളും വന്ന് അവരുടെ കാര്യങ്ങൾ പറയുന്നു. അത് ചില ബ്ലോഗർമാർ വാർത്തയാക്കുന്നു. അത് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് വരുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതൊരു പോലീസ് കേസ് ആവുകയോ അല്ലെങ്കിൽ പോലീസിന് എന്തെങ്കിലും നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവുകയോ ഒക്കെ ചെയ്താൽ മാത്രമേ കേരളത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായി അവർ തന്നെ എങ്ങനെയെങ്കിലും നേരത്തെ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് അല്ലെങ്കിൽ അതിന് കൃത്യമായ തെളിവ് കിട്ടി പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അത് മുഖ്യധാരാ മാധ്യമങ്ങൾ കുറച്ചുകൂടി കൃത്യമായി ഏറ്റെടുത്തേനെ. ഇവിടെ നോക്കൂ, ഇപ്പൊ പോലീസിന് മുമ്പിലുള്ള ഒരു കംപ്ലൈന്റ്, പോലീസ് എടുത്തിട്ടുള്ള ഒരു കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഈ പെൺകുട്ടി പ്രായപൂർത്തിയാകും മുമ്പ് ഡെലിവറി, പെൺകുട്ടി പ്രഗ്നന്റ് ആവുകയും പിന്നീട് അതായത് 1 വർഷം തികയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ 9 മാസം കഴിയുന്നതിന് മുമ്പ് പ്രസവിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ മൊഴിയെടുക്കുകയും കുട്ടി പ്രായപൂർത്തിയായതിനു ശേഷമാണ് താങ്കൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടായതെന്നും പ്രഗ്നന്റ് ആയതെന്നും പറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അത് ശാസ്ത്രീയ പരിശോധനയിലൂടെയാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ ശാസ്ത്രീയ പരിശോധന നടത്തുമ്പോൾ ഈ കുട്ടിയുടെ പ്രായവും എപ്പോഴാണ് പ്രഗ്നൻസി കൺസീവ് ചെയ്ത സമയമൊക്കെ നോക്കിയിട്ട് വേണം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ. അതിന് ഡോക്ടർമാർ ബ്ലഡ് സാമ്പിൾ അടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെറുതെ ഇപ്പോൾ ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞിട്ട് ആ ജീവമാതാ കാരുണ്യ ഭവനിലെ ആൾക്കാർക്കെതിരെയോ അല്ലെങ്കിൽ ആ പയ്യനെതിരെയോ വിവാഹം കഴിച്ച പയ്യനെതിരെയോ കേസ് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആകെ എടുത്തിട്ടുള്ള കേസ് എന്ന് പറയുന്നത് ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആയത് ഇതിനു മുമ്പാണ്. അപ്പോൾ ആരോ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. അതിൽ പ്രതിസ്ഥാനത്ത് പോലും ആരുമില്ല. അപ്പോ പ്രതിസ്ഥാനത്ത് ആരും ഇല്ലാതെ വരുന്നത് ഇനിയിപ്പോ ബ്ലഡ് സാമ്പിൾ എടുത്ത് ചെക്ക് ചെയ്ത് ഈ കുട്ടിയുടെ അച്ഛൻ ഈ പയ്യനാണ് അല്ലെങ്കിൽ മറ്റൊരാളാണെന്ന് തെളിഞ്ഞാൽ അത്തരത്തിലേക്ക് പോയാൽ മാത്രമേ ആരാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചത് എന്നതിനൊരു കൃത്യമായ തെളിവ് നമുക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെയാവുമ്പോൾ മാത്രമേ പ്രതിസ്ഥാനത്തേക്ക് ഒരാൾ വരികയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ മകനാണ് ആ കോൺവെന്റിൽ വെച്ച് നടന്നതാണെങ്കിലാണ് ഇവർ ജീവമാതാ കാരുണ്യ ഭവന്റെ ഡയറക്ടർ ഉദയഗിരിജ പ്രതിയാവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പൊ ഇത്രയും പ്രൊസീജിയർ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രൊസീജിയർ നിലനിൽക്കാനുള്ള നടത്താനുള്ള സമയക്രമമായിരിക്കാം ഒരു പക്ഷേ അവരെ അറസ്റ്റിലേക്കോ ഒക്കെ കൊണ്ടുപോകാത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അവർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചാൽ പോലും FIR-ൽ പേരില്ലാത്തത് കൊണ്ട് അത്തരത്തിൽ മുൻകൂർ ജാമ്യം ലഭ്യമാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം FIR-ൽ പ്രതി ചേർത്താൽ മാത്രമേ മുൻകൂർ ജാമ്യത്തിൽ പോകേണ്ടത് പോലും ഉള്ളൂ. ചിലർ പേടിച്ച് മുൻകൂർ ജാമ്യത്തിന് അല്ലെങ്കിൽ അവർക്ക് അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള ഭയം കൊണ്ടൊക്കെ മുൻകൂർ ജാമ്യത്തിന് പോകും. പക്ഷെ അപ്പോൾ കോടതി എടുക്കുന്ന നിലപാട് നിർണായകമാകും.
ഇവിടെ മുഖ്യധാര മാധ്യമങ്ങളിലേക്ക് വാർത്തകൾ വരാത്തതിന് പ്രധാനം മുഖ്യധാര മാധ്യമങ്ങൾ വാർത്ത ചെയ്തത് എന്താണ്? പോക്സോ കേസ് അവിടെ ചാർജ് ചെയ്തിട്ടുണ്ട്, അത് മുഖ്യധാര മാധ്യമങ്ങൾ വാർത്ത ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും തരുന്ന ഓഡിയോ വെച്ചുകൊണ്ട് ബ്ലോഗർമാർക്ക് എന്തും എടുത്തു ചാടാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഓഡിയോ എടുത്തു വെച്ചുകൊണ്ട് സെൻസേഷൻ സൃഷ്ടിക്കാൻ പല ബ്ലോഗർമാരും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത്തരത്തിൽ എടുത്തു ചാടാൻ കഴിയില്ലല്ലോ. മാധ്യമപ്രവർത്തനം ശാസ്ത്രീയമായി പഠിക്കുകയും അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരായി ജീവിക്കുകയും മാധ്യമ പ്രവർത്തനം നടത്തുകയും ഒക്കെ ചെയ്യുന്നവർക്ക് അത്തരത്തിൽ എടുത്തു ചാടാൻ കഴിയില്ല. അവർക്ക് കൃത്യമായ ഒരു നിയമ നടപടിയിലേക്ക് വരികയോ അല്ലെങ്കിൽ നിയമത്തിന്റെ രീതിയിലേക്ക് വരികയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ വാർത്ത ചെയ്യാൻ കഴിയുള്ളൂ. നിയമത്തിന്റെ വഴിക്ക് വന്ന പോക്സോ കേസിനെ കുറിച്ച് എല്ലാ മാധ്യമങ്ങളും വാർത്ത ചെയ്തിട്ടുണ്ട്. അതിന്റെ പിന്നിൽ ആരെങ്കിലും ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വോയിസ് എടുത്ത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നാട്ടുകാരുടെ വെർഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ മുഖ്യധാര മാധ്യമങ്ങൾക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യധാര മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇത്രയും ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ തീർച്ചയായും പോലീസ് അവിടെ വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. കാരണം ഒരു അനാഥാലയമാണ്. നിരവധി ആരോപണങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അവിടെ രാത്രിയിൽ നിരവധി പുരുഷന്മാരെത്തുകയും അവിടെ രാത്രി മദ്യവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ വലിയ പാർട്ടികൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്നും കുട്ടികളെ അവിടെ നിന്ന് ഒരുക്കി പുറത്തേക്ക് കൊണ്ടുപോകാറുണ്ടെന്നും ഒക്കെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ, കുട്ടികളുടെ ജനനേന്ദ്രിയത്തിലടക്കം മുളകുമൊക്കെ തേക്കുന്നുണ്ട് തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, ഇപ്പോ കേരളത്തിലെ ഈ മനുഷ്യാവകാശ പ്രവർത്തനം, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനം, ഇതെല്ലാം 90% തട്ടിപ്പ് തന്നെയാണ്. സ്വന്തം കയ്യിൽ നിന്ന് എനിക്ക് തോന്നുന്നു യഥാർത്ഥ ചാരിറ്റി പ്രവർത്തകൻ എന്ന് പറയുന്നത് സുരേഷ് ഗോപി മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സ്വന്തം കയ്യിലെ കാശ് എടുത്തുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. വേറെ അടുത്തൊന്നും പിരിവ് നടത്തുന്നില്ല, മറ്റൊന്നുമില്ല. ഇവിടെ ചാരിറ്റി പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാം ചെയ്യുന്നത് എന്താണ്? ഇവർക്ക് ആർക്കും മറ്റൊരു ജോലിയോ മറ്റൊരു വരുമാനമൊന്നുമില്ല. ചാരിറ്റി പ്രവർത്തനം അല്ലെ അനാഥാലയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ നടത്തുമ്പോൾ ഇവർ കോടികളുടെ സ്വത്ത് സമ്പാദിക്കുന്ന ആൾക്കാരായി മാറുന്നത് എങ്ങനെയാണ്? ഈ ഉദയഗിരിജ തന്നെ ഒന്നുമില്ലാതിരുന്ന ഉദയഗിരിജ ഒരു സുപ്രഭാതത്തിൽ 2-3 വീടുള്ള ആളായും അടുത്ത പറമ്പിൽ 1 കോടി രൂപ വില പറഞ്ഞേക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ഇത്രയും പൈസ ഉണ്ടാക്കുന്നത്? ഈ ട്രസ്റ്റ് ഒക്കെ സാധാരണ ഫോം ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ട്രസ്റ്റുകളൊക്കെ, ചാരിറ്റബിൾ ട്രസ്റ്റുകളൊക്കെ മറ്റുള്ള ആൾക്കാർ കൂടി അതിൽ വേണം എന്നൊക്കെയുണ്ട്. സാധാരണ ഇതൊരു കുടുംബത്തിന് മാത്രമേ, കുടുംബ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്വത്ത് കൊണ്ടൊക്കെ മാത്രമേ പറ്റുകയുള്ളൂ. ഇപ്പൊ ഒരു കുടുംബത്തിന് മാത്രമേ ട്രസ്റ്റ് ഒന്നും രൂപീകരിക്കാൻ കഴിയില്ല. അപ്പൊ ആ പുറത്തു നിന്നുള്ള ആരെങ്കിലും ഒരാളെങ്കിലും ആ ട്രസ്റ്റിൽ ഉണ്ടാകണമെന്നൊക്കെ ഉണ്ട്, വ്യവസ്ഥകളുണ്ട്. അതൊക്കെ പാലിച്ചിട്ടുണ്ടോ? ഈ ട്രസ്റ്റ് നിയമപരമാണോ? ഇതിന്റെ മറിയിൽ എത്ര തട്ടിപ്പ് ഇവർ നടത്തിയിട്ടുണ്ട്? ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം തന്നെ നടത്തേണ്ടി വരും. അതിന് ആരെങ്കിലും ഒരു പരാതിക്കാരൻ വേണം. യഥാർത്ഥത്തിൽ അങ്ങനെ ആരെങ്കിലും ഒരു പരാതി നൽകിയിട്ടുണ്ടോ എന്ന കാര്യം നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. അതായത് അനാഥാലയത്തെ സംബന്ധിച്ച് അനാഥാലയത്തിലെ ഒരു നസീബ എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട, ഒരു മരണവുമായി ബന്ധപ്പെട്ട കെന്നഡി എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ പരാതി നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ അപ്പോഴും ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള പ്രവർത്തനങ്ങൾ കൂടി അന്വേഷിക്കണമെന്ന രീതിയിൽ ഇപ്പൊ പോലീസിന് കൊടുക്കുന്ന നസീബയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് നസീബയുടെ മരണത്തെക്കുറിച്ച് മാത്രമേ അന്വേഷിക്കാൻ കഴിയൂ. അല്ല ട്രസ്റ്റിന്റെ ബാക്കിയുള്ള പ്രവർത്തനത്തെ കുറിച്ച് അന്വേഷിക്കാൻ കഴിയില്ല. ഏതൊരു വിഷയത്തിനും ഒരു കോടൊക്കെ നിലവിലുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നിയമപരമായി നോക്കുമ്പോൾ അങ്ങനെ മാത്രം അന്വേഷിക്കാൻ കഴിയും. അപ്പൊ മറ്റു കാര്യങ്ങൾ കൂടി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരെങ്കിലും ഒരു പരാതിക്കാരനൊക്കെ വേണം. വെറുതെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടോ, സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും വന്നിട്ട് വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ചില വീഡിയോ ചെയ്തതുകൊണ്ടോ, ആരുടെയെങ്കിലും വോയിസ് എടുത്ത് പ്രചരിപ്പിച്ചത് കൊണ്ടോ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആർക്കെങ്കിലും അങ്ങനത്തെ പരാതികൾ ഉണ്ടെങ്കിൽ അവർ പരാതിയുമായി പോലീസിനെ സമീപിക്കണം. ഇപ്പോ പരാതി കൊടുക്കാൻ നേരത്തെ നമുക്കറിയാം ചില ഇൻഫ്ലുവൻഷ്യലായ ആൾക്കാർക്കെതിരെയൊക്കെ പരാതി കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അതിന് പിറകെ പരാതി കൊടുത്താൽ തീർച്ചയായും പരാതി എടുക്കും. കാരണം അത്തരം അത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിലവിൽ പരാതി വന്നിട്ടുള്ളത് കൊണ്ട്, 1-2 പരാതി ഇവർക്കെതിരെ വന്നിട്ടുള്ളത് കൊണ്ട് പരാതി കൊടുത്താൽ അത് പോലീസ് അന്വേഷിക്കും. അങ്ങനെ പരാതി കൊടുക്കേണ്ടതിന് പകരം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇങ്ങനെ റീച്ചിന് വേണ്ടി അല്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പോ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ഞാൻ നോക്കിയിട്ട് ഓൺലൈൻ മാധ്യമങ്ങൾ പോലും അത് ഏറ്റെടുത്തിട്ടില്ല. അത് ഏറ്റെടുത്തിട്ടുള്ളത് മാധ്യമങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ചില വ്ളോഗേഴ്സ് മാത്രമാണ്. അവർക്ക് മാധ്യമ പ്രവർത്തനം എന്നൊന്നും പറയാൻ കഴിയില്ല. അവരവരുടെ സൗകര്യത്തിനനുസരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും മാറി നിൽക്കുകയും എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യുന്ന ചില വ്ളോഗർമാരും ഒക്കെ മാത്രമാണ് ഈ വിഷയം ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാവും ഒരു പക്ഷേ കൃത്യമായ നിയമ നടപടികളിലേക്ക് പോലും പോകാത്തത്. കാരണം നമ്മളിപ്പോ ആരോപണം ഉന്നയിക്കുന്ന ആളുടെ ഒരു ക്രെഡിബിലിറ്റി ഒക്കെ പ്രധാനമാണല്ലോ. വെറുതെ ഇരുന്ന് എല്ലാ വിഷയത്തിലും അഭിപ്രായം പറയുകയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ തരത്തിൽ ഇത്തരം പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരാൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നൊരു പരാതി കൊടുത്താൽ പോലും അത് അന്വേഷിക്കാൻ പോലീസിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അതിനൊരു കൃത്യമായ ഇത് വേണമല്ലോ, ഒരു കോഡ് വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക. ഏതായാലും ഈ പോക്സോ കേസിന്റെ ഇതുമായി ബന്ധപ്പെട്ട രക്തപരിശോധനയൊക്കെ വരുന്നതോടുകൂടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷണം കൂടുതൽ ഊർജിതമാകും. അത്തരത്തിൽ അത് മുമ്പോട്ട് പോകുമ്പോഴായിരിക്കും, ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ടായിരിക്കും ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. അവിടെയുള്ള അമ്മമാരടക്കമുള്ളവർ, ഇപ്പോൾ എനിക്കൊന്ന് കുട്ടികളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്, ഇനി അമ്മമാരടക്കമുള്ളവർ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ അവരെയൊക്കെ മാറ്റി പാർപ്പിക്കാനുള്ള ഇതൊക്കെ ഉണ്ടാവും. അത് മാത്രമല്ല ഇതൊരു പാഠമാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതൊക്കെ അനാഥാലയങ്ങളുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടോ
അത്തരം സ്ഥാപനങ്ങളെ നിരീക്ഷിക്കാനുള്ള സംവിധാനം കുറച്ചുകൂടി കൃത്യമാക്കേണ്ടതുണ്ട് സർക്കാർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയെങ്കിൽ നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ തട്ടിപ്പും വെട്ടിപ്പൊക്കെ അന്വേഷിച്ചാൽ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മുമ്പോട്ട് നല്ല സ്ഥാപനങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ആ ചാരിറ്റി അല്ല ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അവർ നിർത്തിപ്പോകാൻ കാരണമാകും. അങ്ങനെയാണ് വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്.